നമസ്കാരം. ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ദിവസങ്ങൾ കഴിഞ്ഞു. നാട്ടിലും നഗരത്തിലുമൊക്കെ ചർച്ച ഇക്കുറി LDFന് എത്ര സീറ്റ്, UDFന് എത്ര സീറ്റ്, BJP അക്കൗണ്ട് തുറക്കുമോ എന്നതിനെ പറ്റിയൊക്കെ തന്നെയാണ് എല്ലായിടങ്ങളിലും ചർച്ച. അങ്ങനെ ചർച്ചകൾ സജീവമാവുകയാണ്. ഇക്കുറി വടകരയിൽ ആര് ജയിക്കുമെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അതായത് വടകരയിലാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത്. 78.41% വോട്ടാണ് വടകരയിൽ രേഖപ്പെടുത്തിയതെന്ന് പറയുമ്പോൾ ഏറ്റവും വീറും വാശിയോടും കൂടിയ മത്സരം നടന്നത് വടകരയിൽ തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. വടകരയിലെ സ്ഥാനാർത്ഥികളെ നമുക്കറിയാം. LDFന്റെ സ്ഥാനാർത്ഥി KK ശൈലജ ടീച്ചർ, UDFന്റെ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ, BJPയുടെ സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണ എന്നിവരാണ് അവിടെ മത്സരിച്ചത്. എങ്ങനെയാണ് ഇവർ പ്രചാരണം നടത്തിയത് എന്ന് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. അവിടെ LDFന്റെ സ്ഥാനാർത്ഥി KK ശൈലജ ടീച്ചറാണ് ഏറ്റവും ആദ്യം ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അവിടെ കളത്തിലിറങ്ങിയത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വളരെ പെട്ടെന്ന് തന്നെ നടത്തുന്നു. KK ശൈലജ ടീച്ചറാണ് LDFന്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നു. അത് കേട്ടപ്പോൾ മുതൽ തന്നെ കേരളം ഒന്നടക്കം പറഞ്ഞു, ആരവിടെ സ്ഥാനാർത്ഥിയായി വന്നാലും വടകരയിൽ ജയസാധ്യത KK ശൈലജ ടീച്ചറിന് തന്നെയാണെന്ന് പറഞ്ഞു. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. നമുക്കറിയാം, മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രിയൊക്കെ ആയിരുന്നു. ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്തൊക്കെ KK ശൈലജ ടീച്ചർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ സ്വന്തം ജീവൻ പോലും നോക്കാതെ കോവിഡിനെതിരെ പോരാടിയ ഒരു പോരാളിയാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഏറെ ഇഷ്ടപ്പെടുന്ന, രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് രാഷ്ട്രീയമെല്ലാം മാറ്റിവെച്ച് ജനങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു വനിതാ ഒരു രാഷ്ട്രീയ പ്രവർത്തക കൂടിയാണ് KK ശൈലജ ടീച്ചർ. അതുകൊണ്ടൊക്കെ തന്നെ ശൈലജ ടീച്ചർ എന്തായാലും വമ്പൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്ന് എല്ലാവരും തന്നെ വിധിയെഴുതിയിരുന്നു. ഒപ്പം ഈ പറയുന്നത് പോലെ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിലും ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ ഒരാൾ കൂടിയാണ് KK ശൈലജ ടീച്ചർ. അങ്ങനെ KK ശൈലജ ടീച്ചർ അവിടെ LDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ ആദ്യം UDFന്റെ സ്ഥാനാർത്ഥി ആരാകുമെന്ന ചോദ്യങ്ങൾ അങ്ങ് ഉയർന്നു. K മുരളീധരൻ തന്നെയാകും ഇക്കുറിയും വടകരയിലെ സ്ഥാനാർത്ഥി എന്ന രീതിയിലാണ് മാധ്യമങ്ങളിലൊക്കെ ആദ്യമൊക്കെ റിപ്പോർട്ട് വന്നത്. ചുമരെഴുത്തുകളൊക്കെ തുടങ്ങി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ആ ദിവസങ്ങൾ കടന്നു പോകുന്നതിനിടയിൽ ഈ പറയുന്നത് പോലെ K മുരളീധരനെ പിടിയുന്ന മാറ്റുന്ന സാഹചര്യം, അദ്ദേഹത്തെ തൃശ്ശൂരിലേക്ക് മാറ്റി അവിടെ ഷാഫി പറമ്പിലിനെ UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് കൊണ്ടിടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതും ഏറെ വൈകിയാണ് അവിടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ നടത്തുന്നത്. കാരണം വടകരയിൽ മത്സരിക്കാൻ എല്ലാവർക്കും ഭയമായിരുന്നു. കാരണം KK ശൈലജ ടീച്ചറിനെ പോലെ ജനങ്ങൾ ഏറെ ആരാധിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ അങ്ങ് കീഴ്പ്പെടുത്തുക എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല എന്ന് നന്നായി തന്നെ അറിയാം. K മുരളീധരൻ പോലും ഒരു ഘട്ടത്തിൽ മാധ്യമങ്ങളോട് പറയുന്ന സാഹചര്യം ഉണ്ടായി. 20 സീറ്റുകളിലും ആരൊക്കെ മത്സരിക്കണം എന്നതിനെ പറ്റിയുള്ള ചർച്ചകൾ നടന്നപ്പോൾ എല്ലാ സീറ്റുകളിലും ഈ പറയുന്നത് പോലെ പല ആളുകളും മത്സരിക്കാനുള്ള മോഹങ്ങൾ പ്രകടിപ്പിച്ചെങ്കിലും വടകര വേണമെന്ന് ആരും വാശി പിടിച്ചില്ല എന്നാണ് ഈ K മുരളീധരൻ ഒരവസരത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞത്. അതായത് അത്രത്തോളം ഭയമുള്ള ഒരു മണ്ഡലം കൂടിയാണ് ഈ വടകര എന്ന് പറയുന്നത്. KK ശൈലജ ടീച്ചറിനെ അതുകൊണ്ട് തോൽപ്പിക്കുക എന്ന് പറയുന്നത് വളരെ വലിയ ഒരു ടാസ്ക് ആണ് എന്ന് UDFന് അറിയാമായിരുന്നു. അങ്ങനെ UDFന്റെ തിരഞ്ഞെടുപ്പ് ചുമതല ഏൽപ്പിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിനെയാണ്. നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടം ഒരു പോയ കോടാലിയാണ്. ഒരു സംസ്കാരവും ഇല്ലാത്ത ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. വായിൽ നിന്ന് എന്തൊക്കെയാണ് ചാടുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ PC ജോർജിനെ മറികടക്കുന്ന രീതിയിലുള്ള ഒരു യുവ രാഷ്ട്രീയ പ്രവർത്തകനാണ്. ഇദ്ദേഹം ഈ കളത്തിലിറങ്ങിയ ശേഷം നമുക്കറിയാം, വ്യാജ തിരിച്ചറിയൽ കാർഡുകളൊക്കെ ഉണ്ടാക്കി ഒരു വ്യാജ അധ്യക്ഷനായി മാറിയ വ്യക്തിയാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഒരുപാട് വ്യാജ പ്രചരണങ്ങൾ തന്നെയാണ് വടകരയിൽ നമുക്ക് കാണാൻ സാധിച്ചത്. KK ശൈലജ ടീച്ചറിനെ സൈബർ ഇടങ്ങളിൽ ഇല്ലാതാക്കാൻ വേണ്ടി, സൈബർ ഇടങ്ങളിൽ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് നിരവധി പോസ്റ്റുകൾ പുറത്തു വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്തൊക്കെയാണ്, അതായത് കോവിഡ് റാണിയാണ്, കോവിഡ് കള്ളിയാണ്, അങ്ങനെയൊക്കെ തുടങ്ങി ടീച്ചറിനെ പല രീതിയിൽ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അതുപോലെ തന്നെ മതവികാരം വ്രണപ്പെടുത്തിക്കൊണ്ട് അവിടെ ഒരു വർഗീയ പ്രചാരണം നടത്തിക്കൊണ്ട് ഒരു വോട്ട് ബാങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും UDFന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. അതായത് എങ്ങനെയാണ്, അതായത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ലെറ്റർ പാഡ് ഉണ്ടാക്കുന്നു. ആ ലെറ്റർ പാഡ് ഉണ്ടാക്കിയിട്ട് ഇത് ടീച്ചറമ്മയല്ല ബോംബമ്മയാണ്, ഇനി അങ്ങനെ വിളിക്കണം എന്ന രീതിയിൽ ഒരു വ്യാജ പ്രചാരണം നടക്കുന്നു. അവസാനം അത് പച്ചക്കള്ളമാണെന്ന് തെളിയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പാനൂരിലുണ്ടായ ബോംബ് സ്ഫോടനത്തിൽ പ്രതിക്കൊപ്പം നിൽക്കുന്ന ചിത്രം മോർഫ് ചെയ്തുണ്ടാക്കുന്നു. അതും അവസാനം പൊളിയുന്നു. മുഹമ്മദ് നബിക്കെതിരെ ഈ പറയുന്നത് പോലെ ശൈലജ ടീച്ചർ പ്രസംഗം നടത്തിയെന്ന് പറഞ്ഞ് മറ്റൊരു വ്യാജ പ്രചരണം. അങ്ങനെ വ്യാജ പ്രചരണങ്ങൾ കൊണ്ട് ടീച്ചറിനെ തകർക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിയത്. ഇങ്ങനെ UDF ക്യാമ്പിൽ നിന്ന് ഈ പറയുന്ന പോലെ ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള സൈബർ ആക്രമണങ്ങളൊക്കെ തുടരാൻ തുടങ്ങിയതോടുകൂടി തന്നെ ടീച്ചർ ഒരു വാർത്താ സമ്മേളനം വിളിക്കുന്നു. ടീച്ചർ വാർത്താ സമ്മേളനത്തിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നു, സ്ഥാനാർത്ഥിയും UDFന്റെ സൈബർ വിഭാഗവും ഒക്കെ എന്നെ വല്ലാത്ത രീതിയിൽ തേജോവധം ചെയ്യുന്നു, വ്യക്തിഹത്യ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ ടീച്ചർ തെളിവ് സഹിതം നിരത്തിക്കൊണ്ട് മാധ്യമങ്ങളെ കണ്ടതോടുകൂടി തന്നെ ജനങ്ങളുടെ ഈ പറയുന്നത് പോലെ മനസ്സ് KK ശൈലജ ടീച്ചറിനൊപ്പം വീണ്ടും, അതായത് വലിയ തോതിൽ തന്നെ ടീച്ചറിനൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതായത് ഒരു സ്ത്രീയെ, ഒരു
ടീച്ചറിനെ, ഒരു മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രിയെ ഇത്തരത്തിൽ ജയിക്കുന്നതിന് വേണ്ടി വർഗീയ പ്രചാരണങ്ങൾ നടത്തിയും അതുപോലെ തന്നെ ടീച്ചർക്കെതിരെ വ്യാജ പ്രചാരണങ്ങൾ നടത്തിയുമൊക്കെ UDF ക്യാമ്പിൽ നിന്ന് ഉയരുന്ന ഈ പ്രചാരണം ഇത് നെറികെട്ട രാഷ്ട്രീയമാണ് എന്ന് ജനങ്ങൾ തന്നെ വിലയിരുത്തുന്ന സാഹചര്യമുണ്ടായി. അത് വലിയ തോതിൽ തന്നെ UDFന് തലവേദനയായി മാറുകയും ചെയ്തു. അതിനിടയിൽ ഇതൊക്കെ നിഷേധിക്കുന്ന സാഹചര്യം, അതായത് UDFന്റെ സ്ഥാനാർത്ഥി ഇതൊക്കെ നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായെങ്കിലും അറസ്റ്റ് ചെയ്യപ്പെട്ടവരൊക്കെ യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ ആയിരുന്നു. പിന്നെ ഈ വ്യാജ മാങ്കൂട്ടത്തിന്റെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. വടകരയിൽ UDF നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾ ആളിക്കത്തിക്കാൻ വേണ്ടി സതീശനും വലിയ തോതിൽ ശ്രമം നടത്തിയെങ്കിലും അതൊക്കെ പരാജയപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. നമുക്കറിയാം, പൗരത്വ ഭേദഗതി നിയമം വലിയ തോതിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ട ഒരു ഇലക്ഷനാണ് ഇപ്പോൾ കഴിഞ്ഞുപോയത്. പൗരത്വ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വരുന്നത് ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ച ശേഷമാണ്. പ്രഖ്യാപിച്ച ശേഷം തന്നെ ഈ പറയുന്ന വിത്തിൻ സെക്കൻഡ് വടകരയിൽ KK ശൈലജ ടീച്ചർ ഒരു വലിയ നൈറ്റ് മാർച്ച് നടത്തുന്നു. ആ മാർച്ചിൽ ഒഴുകിയെത്തിയത് ലക്ഷക്കണക്കിന് ആളുകളായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ തന്നെ ഈ പറയുന്ന ഷാഫി പറമ്പിലിന് വലിയ തോതിൽ പേടി തട്ടി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനുശേഷമാണ് വർഗീയ പ്രചാരണങ്ങൾ അവരുടെ ക്യാമ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്കറിയാം, 7 മണ്ഡലങ്ങൾ ചേരുന്നതാണ് വടകര എന്ന് പറയുന്നത്. അത് തലശ്ശേരി, കൂത്തുപറമ്പ്, വടകര, നാദാപുരം, കുറ്റ്യാടി, പേരാമ്പ്ര, കൊയിലാണ്ടി എന്നീ മണ്ഡലങ്ങൾ ചേരുന്നതാണ് വടകര എന്ന് പറയുന്ന ലോകസഭാ മണ്ഡലമെങ്കിലും അവിടെ എങ്ങനെയാണ് ഈ പറയുന്ന എങ്ങോട്ടാണ് കൂടുതൽ ചായ്വ് ഈ മണ്ഡലങ്ങളിലെ നിയമസഭാ മണ്ഡലങ്ങൾ എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ തലശ്ശേരിയും കൂത്തുപറമ്പും അതുപോലെ തന്നെ പേരാമ്പ്രയും കൊയിലാണ്ടിയും എന്നും എക്കാലത്തും LDFനൊപ്പം തന്നെ നിൽക്കുന്ന മണ്ഡലങ്ങളാണ്. അതുകൊണ്ട് ആ മണ്ഡലങ്ങൾ ഒരിക്കലും തന്നെ UDFന് പിടിച്ചടക്കാൻ പറ്റില്ല എന്ന് നല്ല വിശ്വാസം തന്നെ അവർക്കുണ്ട്. ഈ പറയുന്നത് പോലെ വടകര, നാദാപുരം, കുറ്റ്യാടി ഈ 3 മണ്ഡലങ്ങളാണ് പിന്നെ ഈ പറയുന്നത് പോലെ അങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കുന്ന മണ്ഡലങ്ങൾ. ഇവിടെ ഏറ്റവും കൂടുതൽ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ ഉള്ള മണ്ഡലങ്ങൾ കൂടിയാണ്. ആ മണ്ഡലങ്ങളിലെ വോട്ട് പിടിക്കാൻ വേണ്ടിയാണ് വർഗീയ പ്രചാരണം UDF നടത്തിയതെങ്കിലും UDF KK ശൈലജ ടീച്ചറിന് എതിരെ ഉപയോഗിച്ച പ്രചാരണങ്ങൾ, വർഗീയ പരാമർശങ്ങൾ ഇതൊക്കെ തന്നെ അവസാനം UDFന് തന്നെ തലവേദന ആയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം കൂടുതൽ ആളുകൾ വടകരയിൽ വോട്ട് ചെയ്യാൻ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഷാഫി പറമ്പിലിനെയും UDFനെയും ഒരു പാഠം പഠിപ്പിക്കുന്നതിന് വേണ്ടി തന്നെയാണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതായത് കാഫിറായ സ്ത്രീയാണ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞൊരു പ്രചാരണം നടക്കുന്നു. അപ്പോൾ അത്തരത്തിൽ ഹിന്ദുവും മുസൽമാനും ഈ പറയുന്നത് പോലെ ക്രിസ്ത്യാനിയും ഒക്കെ വലിയ തോതിൽ വളരെ സ്നേഹത്തോടെ കഴിയുന്ന നമ്മുടെ കേരളത്തിൽ ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ അത് നടത്തി വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി നെറികെട്ട രാഷ്ട്രീയം ഇനി ആരും പയറ്റരുത് എന്ന് UDFന് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി തന്നെയാകും പോളിംഗ് ബൂത്തിലേക്ക് ഈ പറയുന്ന വടകര, നാദാപുരം, കുറ്റ്യാടി എന്ന് പറയുന്ന ഈ ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വോട്ട് ചെയ്യാൻ പോയിട്ടുണ്ടാവുക. എന്തായാലും ഷാഫി പറമ്പിലിനെ ഇറക്കി ആ മണ്ഡലങ്ങളിലേക്ക് ഒരു വോട്ട് പിടിക്കാമെന്ന ഒരു പ്രതീക്ഷ അതോടുകൂടി തന്നെ UDFന് എന്തായാലും തന്നെ ശിഥിലമായി കാണുമെന്ന റിസൾട്ട് പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നാദാപുരം CPIയുടെ കയ്യിലാണ്, കുറ്റ്യാടി ഈ പറയുന്ന പോലെ മുസ്ലിം ലീഗിന്റെ കയ്യിൽ നിന്ന് CPM തിരികെ പിടിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ എന്തായാലും ആ 2 മണ്ഡലങ്ങളിലെയും ഒരു ചാഞ്ചാട്ടവും LDFനൊപ്പം ആയിരിക്കും. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഇക്കുറി ലോകസഭാ മണ്ഡലത്തിൽ വടകര ലോകസഭാ മണ്ഡലത്തിൽ KK ശൈലജ ടീച്ചർ നേരത്തെ നമ്മൾ പ്രവചിച്ചതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാനുള്ള സാധ്യതയാണ് കാണുന്നതെന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഒപ്പം നമുക്കറിയാം, വടക്കൻ മലബാറിൽ നിന്നുള്ള ഒരു വനിതാ സ്ഥാനാർത്ഥിയാണ്, ഒരു വനിത കൂടിയാണ് KK ശൈലജ ടീച്ചർ. ഷാഫി പറമ്പിൽ അങ്ങനെയല്ല. അതുകൊണ്ടൊക്കെ തന്നെ ഷാഫിക്ക് അതും വലിയ തലവേദനയായി മാറും. ഷാഫി പലയിടങ്ങളിലും വോട്ട് മേടിക്കാനൊക്കെ ചെന്നപ്പോൾ അവിടെ ഇത് ശൈലജ ടീച്ചറിന്റെ മണ്ണാണ്, ഞങ്ങൾ വോട്ട് ശൈലജ ടീച്ചറിനാണെന്ന് പറഞ്ഞ് മുദ്രാവാക്യങ്ങൾ മുഴക്കി ഈ പറയുന്ന ഷാഫി പറമ്പിലിനെ ഓടിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ ഇലക്ട്രൽ ബോണ്ട് വിഷയമൊക്കെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന്, അതായത് സുപ്രീം കോടതി പോലും നിയമവിരുദ്ധമെന്ന് വിശേഷിപ്പിച്ച ഇലക്ട്രൽ ബോണ്ടിൽ നിന്നും പണം കൈപ്പറ്റാത്ത ഒരു പാർട്ടി അത് CPIM ആണ് എന്ന് LDF ആണെന്ന് എന്തായാലും ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. അതൊക്കെ ഇവിടെ LDFന് ഏറെ ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒപ്പം പ്രകടന പത്രികയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രകടന പത്രികയിൽ LDF അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ, LDF സീറ്റ് പിടിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞതൊക്കെ ഈ പറയുന്ന പോലെ ഞാൻ പറഞ്ഞ ഈ 3 ഇടങ്ങളിൽ വടകര, നാദാപുരം, കുറ്റ്യാടി എന്ന് പറയുന്ന ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിലൊക്കെ എന്തായാലും മുസ്ലിം ന്യൂനപക്ഷങ്ങളെ വല്ലാത്ത രീതിയിൽ തന്നെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കണം. ഇത്തരത്തിൽ കോൺഗ്രസിന് അവരുടെ പ്രകടന പത്രികയിൽ ഈ പറയുന്ന പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ചൊന്നും ഒരക്ഷരം പോലും പറയാൻ പറ്റാത്തതും ജനങ്ങളെ പറ്റിച്ച്, അതായത് മുസ്ലിം ന്യൂനപക്ഷങ്ങളെ പറ്റിക്കാൻ വേണ്ടി 8ാം പേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് സതീശൻ പറഞ്ഞ പച്ചക്കള്ളവും ഒക്കെ ഷാഫി പറമ്പിലിന് തലവേദനയായി മാറും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പൗരത്വ ഭേദഗതി നിയമത്തിൽ കോൺഗ്രസിന് ഒരു നിലപാടുമില്ല എന്ന് വളരെ വ്യക്തമായി തന്നെ വോട്ടർമാരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ എന്തായാലും LDFന് കഴിഞ്ഞിട്ടുണ്ട് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
UDFിന് കുത്തിയാൽ BJPക്ക് ഗുണം ചെയ്യും, അതായത് കൈപ്പത്തിക്ക് കുത്തിയാൽ തെളിയുന്നത് താമരയായിരിക്കുമെന്ന പ്രചാരണവും വലിയ തോതിൽ തന്നെ ഗുണം ചെയ്തിട്ടുണ്ട്. അവസാന ഘട്ടത്തിൽ മാധ്യമങ്ങളൊക്കെ കൂടി EP ജയരാജൻ BJPയിലേക്ക് പോകുമെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന വ്യാജ വാർത്തയും എന്തായാലും ഈ പറയുന്നത് പോലെ UDFിന് ഒട്ടും ഗുണം ചെയ്തിട്ടില്ല. BJPയെ സംബന്ധിച്ച് നമുക്കറിയാം, BJPക്ക് വടകരയിൽ ഒരു സ്വാധീനവും ഒരു സാധ്യതയും ഇല്ല. അവിടെ LDFും UDFും തമ്മിലാണ് മത്സരമെങ്കിൽ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഷാഫി പറമ്പിൽ അതിദാരുണമായ ഒരു പരാജയം തന്നെ ഏറ്റുവാങ്ങുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്ന് തന്നെയാണ്. KK ശൈലജ ടീച്ചറാണ് വടകരയിൽ ജയിക്കുക എന്നാണ് നമ്മൾ പ്രവചിച്ചത്. മനോരമ മാത്രമാണ് അവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് രണ്ടുപേരും തമ്മിൽ, അതായത് തുല്യ ശക്തികളാണ് എന്ന് പ്രവചിച്ചത്. എന്തായാലും വടകര ഇക്കുറി UDFിനൊപ്പമല്ല ഷാഫിക്കൊപ്പമല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാകാം ഈ ഇലക്ഷന് ശേഷവും ഈ രാഹുൽ മാങ്കൂട്ടം ഈ വർഗീയ പ്രചാരണങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ തയ്യാറല്ല. ശൈലജ ടീച്ചറിനെ വർഗീയവാദിയാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ KK ശൈലജ ടീച്ചറിന്റെ ഫോട്ടോയും അതുപോലെ തന്നെ ശശികലയുടെയും ഫോട്ടോ ഇട്ടിട്ട് ശൈലജ ടീച്ചറിനെ വർഗീയവാദിയാക്കിക്കൊണ്ട് ഒരു പോസ്റ്റ്, ഒരു നെറുകെട്ട ഒരു പോസ്റ്റ് നമ്മൾ കണ്ടതാണ്. ആ പട്ടി ഷോയ്ക്ക് എന്തായാലും മലയാളികൾ നല്ല രീതിയിൽ തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ വർഗീയ പ്രചാരണവും ഈ നെറുകെട്ട ഈ ഒരു മോശമായ ഈ പൊളിറ്റിക്സിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് പലയിടങ്ങളിൽ നിന്ന് ഉയരുന്നത്. ഇത്രയും സംസ്കാരമില്ലാത്ത ഒരു രാഷ്ട്രീയ യുവ നേതാവ് എന്തായാലും രാഷ്ട്രീയ കേരളത്തിന് തന്നെ വലിയ നാണക്കേടാണ് എന്ന രീതിയിലൊക്കെയാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പല കോണുകളിൽ നിന്നും വിമർശനങ്ങൾ ഉയരുന്നത്. എന്തായാലും വടകരയെ സംബന്ധിച്ച് സതീശനും മറ്റുള്ള ആളുകളൊന്നും ഇപ്പോൾ ഒന്നും സംസാരിക്കുന്നില്ല കേട്ടോ. കാരണം വടകരയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ള യാഥാർത്ഥ്യം ഇവർ മനസ്സിലാക്കിയെന്ന് തോന്നുന്നു. എന്തായാലും ഇലക്ഷൻ കഴിഞ്ഞ പിന്നെ സതീശനെ കാണാനേ ഇല്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് വടകര ഇക്കുറി ശൈലജ ടീച്ചർ തന്നെയാണ്, ഉറപ്പാണ് അവിടെ LDF എന്നും പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.